നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 23/6/2026 ചൊവ്വാഴ്ച രാവിലെ റബ്ബർ ടാപ്പിംഗ് ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയിൽ മങ്ങി നിൽക്കുകയാണ്. ഇന്നത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS പോക്കിലെ 273, RSS പൈക്കിലെ 268, ISN 226, ലാറ്റക്സ് 168. ഇതാണ് രാവിലത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS പോർക്കിലെ 273, RSS പൈക്കിലെ 268. ഇതാണ് കൊച്ചി വില. അഗർത്തല വില നോക്കുമ്പോൾ RSS പോർക്കിലെ 263, RSS പൈക്കിലെ 260. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 168, 60% DRC ഒട്ടുപാൽ കിലോ 126. വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS പോർക്കിലോ 298 രൂപ 39 പൈസ, RSS പൈക്കിലോ 297 രൂപ 96 പൈസ. ഇതാണ് വിദേശ വില. അതിന് മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 261 രൂപ 50 പൈസ, ലോട്ട് കിലോ 225 രൂപ മുതൽ 230 രൂപ. കർണാടക വില നോക്കുമ്പോൾ RSS 3 268 രൂപ 50 പൈസ, RSS 4 കിലോ 268, RSS 5 262, ലോട്ട് കിലോ 229. ഒട്ടുപാൽ നോക്കുമ്പോൾ 156 വരെ. ഫീൽഡ് ലാറ്റക്സ് 233, ഫാക്ടറി വില 243 രൂപ. വിശദമായി നോക്കുമ്പോൾ 25% DRC 200 രൂപ 11,650, 30% DRC 200 രൂപ 13,980, 35% DRC 200 രൂപ 16,310, 40% DRC 200 രൂപ 186 രൂപ 40 പൈസ. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS പോക്കിൽ 265, RSS പൈക്കിൽ 260, ISN 219 രൂപ 50 പൈസ മുതൽ 220 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 146 മുതൽ 158 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 13,430, ഒരു പവന് 1,07,440. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 40 രൂപ, ഒരു പവൻ്റെ മുകളിൽ 320 രൂപയാണ് കൂടിയത്. ഇനി തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 70, പച്ചത്തേങ്ങ 35 മുതൽ, വെളിച്ചെണ്ണ ലിറ്ററിന് 330, കൊപ്ര അടുത്തപടി 129, അടയ്ക്ക പുതിയത് 360, കാഞ്ഞിരക്കുരു 1,880, കയർ ഇടക്കയർ 10, കരിപ്പട്ടി കയർ 10 മുതൽ 15, ജാതിക തൊണ്ണൂറുകൂടി 330, ഗ്രാമ്പു 820, നാടൻ ഗ്രാമ്പ് 935, കുരുമുളക് അൺകാർബിളിലോ 693, കുരുമുളക് പുതിയത് 683, കുരുമുളക് കാർബിളിലോ 713, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സെല 155, വാഴക്കുളം പൈനാപ്പിൾ പഴം 64, കാപ്പിക്കുരു ക്വിൻ്റൽ 36,000, വയനാടൻ കുരുമുളക് 690, ചേട്ടൻ 680. എന്തായാലും അതിദാരുണമായ ദുരന്തമാണ് കൊട്ടാരക്കരയിൽ നീലേശ്വരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 4 പേരാണ് ടിപ്പർ ലോറി മൂലം മരിച്ചത്. 3 കുട്ടികളും ഒരു 54 വയസ്സുള്ള ഹരിലാൽ എന്ന യുവാവുമാണ്. ലോറിയിലുണ്ടായിരുന്ന മണ്ണ് റോഡിലേക്ക് വീണ് അപകടത്തിൽപ്പെട്ടവർ മണ്ണിന് അടിയിൽ കുടുങ്ങിയായിരുന്നു. ടിപ്പർ ലോറി ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. പ്രദേശവാസികളും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നിയന്ത്രണം വിട്ടാൽ ടിപ്പർ ലോറി മതിലേക്ക് പാഞ്ഞു കയറി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്നവരാണ് മരിച്ചത്. 7 കുട്ടികളും ഒരു മുതിർന്ന ആളും അടക്കം 8 പേരാണ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നത്. സ്കൂൾ ടൈമുകളിൽ ടിപ്പർ ലോറികൾ ഇങ്ങനെ പോയത് വളരെയേറെ പ്രതിഷേധാർഹമാണ്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു.